ജ്ഞാനം മതാത്മകമാണെങ്കിൽ അത് ദുഷിച്ചതല്ല. വഞ്ചി തിബേരിയാസ് തുറമുഖത്തടുത്തു. കടൽപ്പാലത്തിൽ അലസരായി നടന്നിരുന്ന ഏതാനും പേർ ആരാണ് എത്തിയത് എന്നറിയാനുള്ള ജിജ്ഞാസയോടെ വരുന്നു. വിവിധ രാജ്യക്കാരായ ആളുകളാണ് ഇവിടെയുള്ളത്. പല നിറങ്ങളിലുള്ള നീണ്ട അങ്കിയും കറുത്ത തലയും ഗംഭീരമായ താടിമീശയുമുള്ള ഇസ്രയേൽക്കാർ. ഇറക്കം കുറഞ്ഞതും കൈയില്ലാത്തതുമായ വെള്ള രോമവസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന, മുടി പറ്റെ വെട്ടിയിരിക്കുന്ന ഉറച്ച ശരീരമുള്ള റോമാക്കാർ. നല്ല ചുറുചുറുക്കുള്ള എന്നാൽ പൗരുഷം കുറഞ്ഞ ശരീരത്തോടെ അല്പവസ്ത്രധാരികളായ ഗ്രീക്കുകാർ. ഇങ്ങനെ ഇടകലർന്നുള്ള ജനക്കൂട്ടം. ഗ്രീക്കുകാർ അവരുടെ പിതൃരാജ്യത്തിൻ്റെ കുലശ്രേഷ്ഠത ആവഹിക്കുന്നവരാണ്. മനുഷ്യ ശരീരം സ്വീകരിച്ച ദേവന്മാർ എന്ന പോലെ പ്രതിമകളെന്ന തോന്നത്തക്ക വിധം വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് സുഗന്ധം വമിക്കുന്ന ചുരുണ്ട മുടിയുള്ള അവർ അനങ്ങുമ്പോൾ അവരുടെ കൈകളിൽ കെട്ടിയിരിക്കുന്ന ആഭരണങ്ങൾ തിളങ്ങുന്നു. സുഖലോലുപരായ ധാരാളം സ്ത്രീകൾ റോമാക്കാരോടും ഗ്രീക്കുകാരോടും ഇടകലർന്ന് നിൽപ്പുണ്ട്. നാൽക്കവലകളിലും തെരുവുകളിലും അവരുടെ പ്രണയരംഗങ്ങൾ കൂസലന്യ പ്രദർശിപ്പിക്കുന്നു. എന്നാൽ ഈ പൊതുസ്ഥലങ്ങളിൽ ഇസ്രയേൽക്കാർ സംയമനം പാലിക്കുന്നു. വീടുകളിൽ ചെന്ന് ഈ സ്ത്രീകളുമായി പ്രണയിക്കുന്നതിന് ഇവർക്ക് മടിയില്ല. വേശ്യകളായ സ്ത്രീകൾ പല യഹൂദരെയും വളരെ പരിചയത്തോടെ അവരുടെ പേര് വിളിക്കുന്നതിൽ നിന്ന് അത് മനസ്സിലാക്കുന്നുണ്ട്. റിബണും മറ്റും കൊണ്ട് അലങ്കൃതമായ വേഷമണിഞ്ഞ് ആ പ്രീശനും ആൾക്കൂട്ടത്തിലുണ്ട്. പട്ടണത്തിലെ ഉത്കൃഷ്ടമായ ആളുകൾ താമസിക്കുന്ന ഭാഗത്തേക്ക് ഈശോ നടക്കുന്നു. അവിടെയുള്ളവർ അധികവും ഗ്രീക്കുകാരും റോമാക്കാരുമാണ്. ഹേറോദോസിൻ്റെ സദസ്സിൽപ്പെട്ടവരും ഫിനിഷ്യർ തീരത്തു നിന്നുള്ള ധനികരായ വ്യാപാരികളുമുണ്ട്. സീഡനെയും ടയറിനെയും കപ്പലുകളെയും കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാം. പുറത്തുള്ള മണ്ഡപങ്ങൾ നിറയെ അതുപോലെയുള്ള സുഖാന്വേഷികളായ റോമൻ ദ്വന്ദ്വയുദ്ധത്തിലെ സമർത്ഥരായ കായിക അഭ്യാസികളെക്കുറിച്ചോ അവർക്ക് താല്പര്യമുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചോ സംസാരിച്ച് അലസരായി സമയം കൊല്ലുന്നു. വേഷഭൂഷാദികളിലെ പരിഷ്കരണങ്ങളെക്കുറിച്ചും വിരുന്നു സൽക്കാരങ്ങളെക്കുറിച്ചും മറ്റും സംസാരിക്കുകയും സുന്ദരികളായ വേശ്യകളെയും പരിമളം പൂശിയ ചുരുണ്ട മുടിയുള്ള സ്ത്രീകളെയും ഉല്ലാസയാത്രക്കായി ക്ഷണിക്കുകയും ചെയ്യുകയാണ്. കടന്നുപോകുന്ന സമൂഹം കടുത്ത ജിജ്ഞാസ ഉളവാക്കുന്നുണ്ട്. സിസേറിയയിൽ വെച്ച് ഈശോയെ കണ്ടിരുന്ന ആരോ ഒരാൾ ഈശോയെ തിരിച്ചറിഞ്ഞു. മഗ്ദലന പൂർണ്ണമായും മേലങ്കി കൊണ്ട് പൊതിഞ്ഞ് ശിരോവസ്ത്രം മുന്നോട്ടിറക്കിയിട്ട് മുഖം പൂർണ്ണമായെന്ന വിധം മൂടിയിട്ട് തല കുനിച്ചാണ് നടക്കുന്നതെങ്കിലും ഒരാൾ അവളെയും തിരിച്ചറിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു വല്ലായ്മ. വലേരിയായുടെ പുത്രിയെ സുഖപ്പെടുത്തിയ നസ്രയൻ ഇവനാണ്, ഒരു റോമാക്കാരൻ പറഞ്ഞു. ഒരത്ഭുതം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, വേറൊരു റോമാക്കാരൻ. അവൻ സംസാരിക്കുന്നത് കേട്ടാൽ കൊള്ളാമായിരുന്നു. അവനൊരു വലിയ തത്വജ്ഞാനിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഒന്ന് പ്രസംഗിക്കാൻ നമുക്കവനോട് പറയാം, ഒരു ഗ്രീക്കുകാരൻ. തെയോഡേറ്റ, നീ ഇതിലൊന്നും ഇടപെടേണ്ട. അവൻ്റെ തല അങ്ങ് ആകാശത്താണ്. അതനുസരിച്ചാണ് അവൻ്റെ സംസാരം. ഒരു ശോകാന്ത നാടകത്തിൽ നിന്ദാസ്തുതിക്ക് പറ്റിയ ഒരു പുള്ളിയായിരിക്കും അവൻ, മറ്റൊരു ഗ്രീക്കുകാരൻ അഭിപ്രായപ്പെടുന്നു. അരിസ്റ്റോബുളുസേ, അക്ഷമനാകാതെ. അവൻ മേഘങ്ങളിൽ നിന്നിറങ്ങി വന്ന് ന്യായവാദം ചെയ്യുന്നു. നോക്കൂ, അവൻ്റെ കൂടെ സുന്ദരികളായ എത്ര സ്ത്രീകളുണ്ടെന്ന്. ഒരു റോമാക്കാരൻ പരിഹസിക്കുന്നു. അത് മഗ്ദലയിലെ മേരിയാണ്, ഒരു ഗ്രീക്കുകാരൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. ലൂഷ്യസ്, കൊർണലിയൂസ്, ടൈറ്റസ്, നോക്കൂ, മേരി അവരുടെ കൂടെയുണ്ട്. അത് മേരിയല്ല. മേരി അങ്ങനെയോ? സാധ്യമല്ല. നീ മദ്യപിച്ചിട്ടുണ്ടോ? അത് മേരി തന്നെ. ഞാൻ പറയുന്നു, അവൾ എത്ര വേഷം മാറിയാലും എന്നെ കബളിപ്പിക്കാൻ പറ്റുകയില്ല. മുകളിലേക്ക് ഉയർന്ന് നാലുപാടും ചിതറി വീഴുന്ന ജലധാരകളും മനോഹരങ്ങളായ വളച്ച വാതിലുകളുള്ള മണ്ഡപങ്ങളും കൊണ്ട് അലങ്കൃതമായ മൈതാനം. കുറുകെ കിടക്കുന്ന അപ്പസ്തോല സമൂഹത്തിൻ്റെ ചുറ്റും റോമാക്കാരും ഗ്രീക്കുകാരും അടുത്തുകൂടി കഴിഞ്ഞു. ജിജ്ഞാസുക്കളായ ചില സ്ത്രീകളും കൂട്ടത്തിലുണ്ട്.
അതിലൊരുവൾ ശരിക്ക് കാണാനായി മേരിയുടെ അടുത്ത് ചെന്ന് മുഖാവരണത്തിനടിയിലൂടെ നോക്കുന്നു. അത് മേരി തന്നെയാണെന്ന് കണ്ടപ്പോൾ അവൾ അത്ഭുതം കൊണ്ട് സ്തംഭിച്ചുപോയി. "ഈ മറവിൽ നീ എന്തു ചെയ്യുന്നു?" എന്ന് ചോദിച്ച് ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. മേരി ഉടനെ നല്ലവണ്ണം നിവർന്നു നിന്ന് ഒരു കൈകൊണ്ട് ചിരവ് വസ്ത്രം പുറകോട്ട് മാറ്റി. എല്ലാ നിന്ദകളും അതിജീവിക്കാൻ കഴിവുള്ള സ്വന്തം വികാരങ്ങളുടെ അധിപയായ ശക്തിയായ മേരി മഗ്ദലയാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. "അതെ, ഇത് ഞാൻ തന്നെ." മനോഹരമായ അവളുടെ സ്വരം തെളിഞ്ഞു കേൾക്കുന്നു. അവളുടെ കണ്ണുകൾ മിന്നിപ്രകാശിക്കുന്നുണ്ട്. "അതെ, ഇത് ഞാൻ തന്നെ. ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ഈ പരിശുദ്ധരായ ആളുകളുടെ കൂട്ടത്തിൽ ആയിരിക്കുന്നതിന് ഞാൻ ലജ്ജിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണത്. ഓ മേരി, പരിശുദ്ധരോടുകൂടി നമ്മുടെ പോകാം. നിന്നെ തന്നെ തരം താഴ്ത്തരുത്." ആ സ്ത്രീ വിസ്മയത്തോടെ പറയുന്നു. "ഇതുവരെ ഞാൻ താഴ്ത്തപ്പെട്ടിരിക്കുകയായിരുന്നു, എന്നാൽ ഇപ്പോഴല്ല." "നിനക്ക് ഭ്രാന്താണോ? അതോ ഇതൊരു സങ്കല്പമാണോ?" അവൾ മറുപടി പറയുന്നു. "ഒരു റോമാക്കാരൻ കണ്ണിറുക്കി കളിയാക്കുന്നു. എൻ്റെ കൂടെ പോരൂ. ജീവിതത്തെ കൊന്നുകുഴിച്ചിടുന്ന ആ മേൽമീശക്കാരനേക്കാൾ സുന്ദരനും ആനന്ദവും നൽകുന്നവനുമാണ് ഞാൻ. ജീവിതം ഒരു വിജയമാണ്. അത് മനോഹരമാണ്. ആഹ്ലാദത്തിനുള്ള മധുരോത്സവം. വരൂ, നിന്നെ സന്തോഷിപ്പിക്കാൻ എല്ലാവരേക്കാളും കഴിവുള്ളവനാണ് ഞാൻ." കുറുക്കൻ്റേത് പോലുള്ള മുഖമുള്ള എന്നാൽ സാമാന്യം സൗന്ദര്യമുള്ള ഇരുനിറക്കാരനായ ചെറുപ്പക്കാരൻ അവളെ തൊടാൻ ഉദ്യമിക്കുന്നു. "ദൂരെ പോകൂ, എന്നെ തൊടരുത്. നീ സത്യം പറഞ്ഞു. നിന്റെ ജീവിതം ഒരു മധുരോത്സവമാണ്. ഏറ്റവും ലജ്ജാവഹമായ ഒന്നാണതെന്ന് ഞാൻ ശബ്ദം ചെയ്തു പറയുന്നു." "ഓ, എന്നാൽ അടുത്ത കാലം വരെ നിന്റെ ജീവിതം അങ്ങനെയായിരുന്നല്ലോ." ഒരു ഗ്രീക്കുകാരനാണ് മറുപടി പറഞ്ഞത്. അവളിപ്പോൾ കന്യക ചമയുന്നു. ഒരു ഹെറോദ്യൻ പുച്ഛിക്കുകയാണ്. "നീ ആ പരിശുദ്ധരെ നശിപ്പിക്കും. ആ നസ്രയായൻ്റെ ദീപ്തി വലയം നിന്നോട് ചേർന്ന് നശിക്കും. നീ ഞങ്ങളോട് കൂടെ പോരൂ." ഒരു റോമാക്കാരൻ്റെ നിർബന്ധം. "എന്നോട് കൂടെ വന്ന് അവനെ അനുഗമിക്കുന്നതാണ് നല്ലത്. മൃഗീയത അവസാനിപ്പിച്ച് ഒരു മനുഷ്യനെങ്കിലുമായി ജീവിക്കുക." ഒരു കൂട്ടച്ചിരിയും പരിഹാസവുമായിരുന്നു അതിനു മറുപടി. പ്രായമുള്ള ഒരു റോമാക്കാരൻ മാത്രം പറയുന്നു, "ആ സ്ത്രീയെ മാനിക്കുക. ഇഷ്ടമുള്ളത് ചെയ്യാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അവൾക്ക് വേണ്ടി വാദിക്കും. ആ മൈതാന പ്രസംഗം ശ്രവിക്കും." "ഇന്നലെ രാത്രിയിലെ വീഞ്ഞ് നിന്നെ തകിടം മറിച്ചോ?" ഒരു ചെറുപ്പക്കാരൻ്റെ എതിർപ്പ്. "അല്ല, അവനില്ലാത്ത രോഗമുണ്ടെന്ന് ഭയം. അവൻ്റെ പുറത്തിന് വേദന." മറ്റൊരാൾ പറയുന്നു. "ആ നസ്രയേൽക്കാരൻ്റെ അടുക്കൽ ചെന്ന് നിന്റെ പുറം ചൊറിഞ്ഞു തരാൻ പറ." "നിങ്ങളുടെ അടുക്കൽ ആയിരുന്നതുകൊണ്ട് പറ്റിപ്പിടിച്ചുള്ള ചെളി ചൊറിഞ്ഞു കളയാൻ ഞാൻ അവനോട് പറയാം." അയാളും തിരിച്ചടിച്ചു. "ഓ, ക്രിസ്പൂസ് 60-ാം വയസ്സിലാണ് ദുഷിച്ചത്." അയാളുടെ ചുറ്റും ഒരു വലയം സൃഷ്ടിച്ചുകൊണ്ട് അവർ ചിരിക്കുന്നു. ക്രിസ്പൂസ് എന്നു പേരായ വൃദ്ധൻ അവരുടെ പരിഹാസം കൊണ്ട് ഒട്ടും അസ്വസ്ഥനാകുന്നില്ല. അയാൾ മഗ്ദലനയുടെ പിന്നിൽ നടന്ന് മനോഹരമായ ഒരു വലിയ കെട്ടിടത്തിൻ്റെ തണലിൽ നിൽക്കുന്ന ഈശോയുടെ അടുത്തെത്തുന്നു. ആ കെട്ടിടം ചതുരത്തിലുള്ള മൈതാനത്തിൻ്റെ ഒരു കോണ് ചേർന്ന് ഇരുവശങ്ങളിലേക്കുമാണ് പണിതിട്ടുള്ളത്. പൂമുഖങ്ങളും അവയിൽ ബെഞ്ചുകളുമുണ്ട്. ഈശോ ഇതുപോലൊരിക്കൽ തിബേരീസിലായിരുന്നപ്പോൾ ഈശോയെ പരിഹസിച്ച ഒരു നിയമജ്ഞൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. "നിങ്ങളെന്താ ഇവിടെ? ഇത്രയും കാലം തിബേരീസിലായിരുന്നു." "തിബേരിയാസിലും അതിലധികമായി ഇവിടെയും രക്ഷിക്കപ്പെടാനുള്ള ആത്മാക്കളുണ്ടെന്ന് ഞാൻ പറയുന്നു. അവരെ രക്ഷിക്കാൻ സാധ്യമല്ല. അവർ പുറംജാതികളും അവിശ്വാസികളും പാപികളുമാണ്. ഞാൻ പാപികൾക്കു വേണ്ടിയാണ് വന്നിരിക്കുന്നത്, സത്യദൈവത്തെ എല്ലാവരും അറിയുന്നതിനു വേണ്ടി. എല്ലാവർക്കും നിനക്കും കൂടി വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗുരുക്കന്മാരെയും രക്ഷകന്മാരെയും എനിക്ക് ആവശ്യമില്ല. ഞാൻ പരിശുദ്ധനും അറിവുള്ളവനുമാണ്. നിന്റെ സ്വന്തം അവസ്ഥ മനസ്സിലാക്കാൻ നിനക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വേശ്യയുടെ സാമീപ്യം നിനക്കെതിരെ അത്ര മുൻവിധി ഉളവാക്കുമെന്ന് അറിയാനുള്ള കഴിവ് നിനക്കുണ്ടായിരുന്നെങ്കിലെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അവൾക്ക് വേണ്ടി കൂടെ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു." എളിമ നിമിത്തം അവളുടെ പാപങ്ങളെല്ലാം നീക്കപ്പെട്ടു. അഹങ്കാരം നിമിത്തം നിന്റെ പാപങ്ങൾ ഇരട്ടിയായിട്ടുണ്ട്. "എനിക്ക് പാപമൊന്നുമില്ല.
ഏറ്റവും പ്രധാന പാപം നിനക്കുണ്ട്. നിനക്ക് സ്നേഹമേ ഇല്ല. റാക്ക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിയമജ്ഞൻ സ്ഥലം വിടുന്നു. ഗുരുവേ, ഇതെൻ്റെ തെറ്റു നിമിത്തമാണല്ലോ. പരിശുദ്ധ കന്യകയുടെ വിളറിയ മുഖം കണ്ട് കരഞ്ഞുകൊണ്ട് മഗ്ദലന പറയുന്നു, എന്നോട് ക്ഷമിക്കുക. നിന്റെ മകൻ അധിക്ഷേപിക്കപ്പെടാൻ കാരണക്കാരി ഞാനാണ്. ഞാൻ പിൻവാങ്ങിക്കൊള്ളാം. ഇല്ല, നീ എവിടെയാണോ അവിടെ തന്നെ നിൽക്കുക. അതെനിക്ക് ആവശ്യമുണ്ട്. ഉറച്ച ശബ്ദത്തിൽ ഈശോ പറയുന്നു. അവൻ്റെ കണ്ണുകൾ തേജസ് പ്രസരിപ്പിക്കുന്നു. അധികാരത്തോടെയാണ് അവൻ സംസാരിക്കുന്നത്. അവൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ കഴിയുന്നില്ല. കരുണയോടെ അവൻ വീണ്ടും പറയുന്നു, നീ എവിടെയോ അവിടെ തന്നെ ആയിരിക്കുക. നിന്റെ അടുത്ത് നിൽക്കുന്നത് ആർക്കെങ്കിലും അസഹനീയമാണെങ്കിൽ അവൻ സ്വയം ഒഴിഞ്ഞു പോകട്ടെ. ഈശോ പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടക്കുകയായി. ഗുരു, മഗ്ദലനയ്ക്ക് വേണ്ടി വാദിച്ച ആ പ്രായമുള്ള മനുഷ്യൻ വിളിക്കുന്നു. ഈശോ തിരിഞ്ഞു നോക്കുന്നു. അവൾ നിന്നെ ഗുരുവെന്ന് വിളിക്കുന്നല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വിളിക്കുകയാണ്. നീ സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ സ്വല്പം താത്വികനും സ്വല്പം പാപിയുമാണ്. നിനക്കൊരു പക്ഷേ എന്നെ ഒരു നല്ല മനുഷ്യനാക്കാൻ കഴിയുമായിരിക്കും. ഈശോ അയാളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറയുന്നു, മനുഷ്യൻ്റെ ഹീനമായ മൃഗീയത വാഴ്ച നടത്തുകയും പരിഹാസം സർവ്വ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്ന ഈ പട്ടണം വിട്ട് ഞാൻ പോകുന്നു. ഈശോ വീണ്ടും നടക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ ബന്ധപ്പെട്ട് നടന്നു വിയർത്ത് അവനെ പിന്തുടരുന്നുണ്ട്. ഈശോയുടെ ചുവടുകൾക്കൊപ്പം എത്താൻ അയാൾ നന്നെ ബുദ്ധിമുട്ടുന്നു. കാരണം ആൾ തടിച്ചവനും വൃദ്ധനും തിന്മകളാൽ ഭാരപ്പെട്ടവനുമാണ്. പത്രോസ് തിരിഞ്ഞു നോക്കിയ ശേഷം ഈശോയോട് പറയുന്നു, അവൻ നടക്കട്ടെ, അവനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അല്പം കഴിഞ്ഞ് കറിയോത്തുകാരൻ പറയുന്നു, ആ മനുഷ്യൻ നമ്മെ പിന്തുടരുന്നുണ്ട്. അത് ശരിയല്ല. എന്തുകൊണ്ട്? അനുകമ്പ കൊണ്ടോ? മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ? അവനോട് അനുകമ്പയോ? കുറച്ചു പിന്നിലായി ആ നിയമജ്ഞനും കുറേ യഹൂദരും പിന്തുടരുന്നുണ്ട്. അതുകൊണ്ടാണ്. അവരെ വെറുതെ വിട്ടേക്കും. നിന്നോട് തന്നെ അനുകമ്പ കാണിക്കുന്നതിന് പകരം അവനോട് അനുകമ്പയുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഗുരുവേ, നീ ഇല്ല യുദാസേ, നീ നിന്റെ വികാരങ്ങളെ മനസ്സിലാക്കുന്നവനും അത് വെളിപ്പെടുത്താനുള്ള തുറവിയുള്ളവനുമാകാൻ ശ്രമിക്കുക. എനിക്ക് വാസ്തവത്തിൽ ആ വൃദ്ധനോട് ദയ തോന്നുന്നു. നിന്നോടൊപ്പം എത്തുക അയാൾക്ക് വളരെ പ്രയാസമാണ്. വിയർത്തൊലിക്കുന്ന പത്രോസ് പറയുന്നു. പൂർണ്ണതയെ അനുഗമിക്കുന്നത് എപ്പോഴും പ്രയാസമാണ് സൈമൺ. ആ മനുഷ്യൻ മടുപ്പ് കൂടാതെ ആ സ്ത്രീകളുടെ അടുത്ത് തന്നെ ആയിരിക്കാൻ പരിശ്രമിക്കുന്നു. അതേസമയം അവരോടൊന്നും മിണ്ടുന്നുമില്ല. മഗ്ദലന നിശബ്ദയായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മേരി, കരയേണ്ട. പരിശുദ്ധമ്മ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, കുറച്ചു കഴിയുമ്പോൾ ലോകം നിന്നെ ബഹുമാനിക്കും. ആദ്യ ദിവസങ്ങളാണ് ഏറ്റവും വേദനാജനകം. ഓ, എന്നെക്കുറിച്ചല്ല ഞാൻ കരയുന്നത്, ഗുരുവിനെ ഓർത്തിട്ടാണ്. അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൻ്റെ കാരണക്കാരി ഞാനാണെങ്കിൽ എന്നോട് തന്നെ ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല. ആ നിയമജ്ഞൻ പറഞ്ഞതങ്ങ് കേട്ടോ, ഞാൻ അദ്ദേഹത്തിന് ഉപദ്രവം വരുത്തി വയ്ക്കുന്നുവെന്ന്. പാവം മകൾ, മോളെ, നിനക്കറിഞ്ഞുകൂടാ, നീ അവൻ്റെ കൂടെ വരുന്നതിനെ വളരെ മുൻപ് തന്നെ പാമ്പ് ചീറ്റുന്നത് പോലെ ഇത്തരം വാക്കുകൾ അവൻ്റെ നേർക്ക് എല്ലാ വശത്തു നിന്നും വന്നിരുന്നെന്ന് സൈമൺ പറഞ്ഞു. കഴിഞ്ഞ വർഷം തന്നെ അവർ ഇത്തരം ആരോപണങ്ങളാൽ അവനെ ഉപദ്രവിച്ചിരുന്നെന്ന്. കാരണം അവൻ്റെ അമ്മയേക്കാൾ പ്രായമുള്ള പാപിനിയും കുഷ്ഠരോഗിണിയുമായ ഒരു സ്ത്രീയെ അവൻ സുഖപ്പെടുത്തി. ആ അവസരത്തിൽ മാത്രമേ അവൻ അവളെ കണ്ടിട്ടുള്ളൂ. പിന്നീട് ഒരിക്കലും കണ്ടിട്ടുമില്ല. തെളിവെള്ളം എന്ന സ്ഥലത്തു നിന്ന് അവന് പോകേണ്ടി വന്ന വിവരം നിനക്കറിഞ്ഞുകൂടെ? നിന്റെ സാധുവായ ഒരു സഹോദരി രക്ഷിക്കപ്പെടാനായി അവിടെ ചെന്ന് എന്നതാണ് കാരണം. അവൻ പാപരഹിതനാണെങ്കിൽ അവർക്ക് എങ്ങനെ അവനെ കുറ്റപ്പെടുത്താൻ കഴിയും? കള്ളം പറഞ്ഞു മാത്രം. അതെവിടെയാണ് കാണുക? മനുഷ്യരുടെ ഇടയിലുള്ള അവൻ്റെ പ്രവർത്തനങ്ങളിൽ. അവൻ്റെ നല്ല പ്രവർത്തനമെല്ലാം പാപമായി അവർ കുറ്റാരോപണം നടത്തുന്നു. എൻ്റെ മകൻ എന്തു ചെയ്താലും അത് പാപമാണ്. അവൻ ഏകാന്തതയിലേക്ക് പിന്മാറിയാൽ ദൈവജനത്തെ അവൻ ഉപേക്ഷിച്ചെന്ന് ആരോപണമുണ്ടാകും. മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ചാൽ അതും തെറ്റ്. അവരെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും കുറ്റം ചെയ്യുന്നവൻ തന്നെ. അങ്ങനെയാണെങ്കിൽ അവർ വെറുക്കപ്പെടേണ്ട വിധം ദുഷ്ടന്മാരാണ്. അല്ല, അവർ അന്ധതയിൽ ശാഠ്യം പിടിച്ചു നിൽക്കുന്നവരാണ്.
പ്രകാശത്തിന് നേരെ അവർ കണ്ണടയ്ക്കുന്നു. നിത്യമായി തെറ്റിദ്ധരിക്കപ്പെടുന്നവനാണ് എൻ്റെ ഈശോ. അവൻ ഇനിയും കൂടുതൽ കൂടുതലായി അങ്ങനെയായി തീരുകയും ചെയ്യും. അത് അങ്ങയെ ദുഷിപ്പിക്കുന്നില്ല. അങ്ങയെ കൂടുതൽ പ്രശാന്തമായിട്ടാണല്ലോ ഞാൻ കാണുന്നത്. മിണ്ടാതെ. എൻ്റെ ചങ്ക് കത്തിയിരിയുന്ന മുള്ളുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് പോലെയാണ് എനിക്ക് വേദന. ഓരോ പ്രാവശ്യം ഞാൻ ശ്വാസമെടുക്കുമ്പോൾ ആ വേദന ഒന്നുകൂടെ തുളച്ചു കയറുന്നു. ശക്തിപ്പെടുത്താൻ ഞാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അമ്മയായി ഞാൻ അവനെ ആശ്വസിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് അവൻ ആശ്വാസം കണ്ടെത്തുന്നത്? മുറിവേൽക്കാതെയും ദൂഷണം പറയാനിടയാക്കാതെയും വേറെ ഏത് മാറിൽ അവന് തലചായ്ക്കാൻ കഴിയും? എൻ്റെ ഹൃദയത്തെ തുളക്കുന്ന മുള്ളുകളും ഏകാന്തതയിൽ ഞാൻ കുടിക്കുന്ന കണ്ണുനീരും മറന്നുകൊണ്ട് മൃദുലമായ സ്നേഹത്തിൻ്റെ ഒരാവരണം, ഒരു പുഞ്ചിരി, എന്തു വില കൊടുക്കേണ്ടി വന്നാലും അവന് കൊടുക്കുക എന്നത് വെറും ന്യായം മാത്രമല്ലേ? അവനെ സ്വാന്തനപ്പെടുത്തുന്നതിന്, ശാന്തതപ്പെടുത്തുന്നതിന്, ശാന്തത നൽകുന്നതിന് അവനെതിരെയുള്ള വിദ്വേഷത്തിൻ്റെ തരംഗം അത്തുച്ചിയിലെത്തി അവൻ്റെ അമ്മയുടെ സ്നേഹത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാതാകുന്നതുവരെ അവനെ ആശ്വസിപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കേണ്ടതല്ലേ? പരിശുദ്ധ അമ്മയുടെ വിളറിയ മുഖത്തുകൂടെ 2 വലിയ കണ്ണീർ കണങ്ങൾ ഒഴുകി വീഴുന്നു. മേരിയും മാർത്തായും അമ്മയെ നോക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇവിടെയുണ്ടല്ലോ. ഞങ്ങൾ അവനെ സ്നേഹിക്കുന്നു. പിന്നെ അപ്പസ്തോലന്മാരുണ്ടല്ലോ. അമ്മയെ ആശ്വസിപ്പിക്കാൻ മാർത്ത പറയുന്നു. ശരിയാണ്, നിങ്ങളിവിടെയുണ്ട്, അവന് അപ്പസ്തോലന്മാരുമുണ്ട്. പക്ഷേ അവരുടെ ദൗത്യ നിർവഹണത്തിന് ഇപ്പോഴും അവർ വളരെ അപര്യാപ്തരാണ്. എല്ലാം അവനറിയാം എന്നോർക്കുമ്പോൾ എൻ്റെ ദുഃഖം കൂടുതൽ ആഴമുള്ളതായി തീരുന്നു. അപ്പോൾ ആവശ്യമെങ്കിൽ എന്നെ തന്നെ ബലി കഴിച്ചുകൊണ്ടും അവനെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അവൻ അറിയുന്നുണ്ട് അല്ലേ? മഗ്ദലന ചോദിക്കുന്നു. അവനറിയാം. അവൻ്റെ കാഠിന്യമേറിയ പാതയിൽ നീ അവൻ്റെ വലിയ ആനന്ദമാണ്. ഓ അമ്മേ! മഗ്ദലന പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ കയ്യിലെടുത്ത് തെരുതെരെ ചുംബിക്കുന്നു. പ്രാന്തപ്രദേശങ്ങളിലുള്ള പച്ചക്കറിത്തോട്ടങ്ങൾ തിബേരിയസ് പട്ടണത്തിൻ്റെ അതിർത്തിയാണ്. അതിനപ്പുറം കാനായിലേക്കുള്ള പൊടി പിടിച്ച വഴിയാണ് കാണുന്നത്. അതിൻ്റെ ഒരു വശത്ത് ഫലവൃക്ഷത്തോട്ടങ്ങളും മറുവശത്ത് പുൽത്തകിടുകളും വെയിലേറ്റ് കിടക്കുന്ന വയലുകളുമാണ്. ഈശോ വിശ്രമിക്കുന്നതിനായി വൃഷ്ടനിബിഡമായ തോട്ടത്തിലേക്ക് പോകുന്നു. സ്ത്രീകൾ ആദ്യം അവൻ്റെ അടുത്തെത്തി. അതിനുശേഷം ആ വൃദ്ധൻ കിതച്ചുകൊണ്ട് വന്നു ചേർന്നു. അയാളാകെ ക്ഷീണിതനായി ഒന്നും ശബ്ദിക്കാതെ അല്പം മാറി നിന്ന് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ വിശ്രമിക്കുന്നതിനിടയിൽ അല്പം ഭക്ഷണം കഴിക്കാം, ഈശോ പറയുന്നു. അവിടെ ഒരു കിണറുണ്ട്, സമീപേ ഒരു കർഷകനും. അവനോട് കുറച്ച് വെള്ളം ചോദിക്കുക. ജോണും തദേവുസും പോകുന്നു. ഒരു കുടം വെള്ളവുമായി അവർ തിരിച്ചു വരികയാണ്. കുറേ നല്ല അത്തിപ്പഴവുമായി കർഷകൻ അവരുടെ കൂടെയുണ്ട്. നിനക്ക് നല്ല ആരോഗ്യവും നല്ല കൊയ്ത്തും തന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിന്നെ സംരക്ഷിക്കട്ടെ. നീയാണ് ഗുരു അല്ലേ? ഞാൻ തന്നെ. നീ ഇവിടെ പ്രസംഗിക്കുന്നോ? ഞാൻ പ്രസംഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരും ഇവിടെയില്ല. ഞാനുണ്ട് ഗുരുവേ. ദാഹിക്കുന്ന ഒരുവൻ വെള്ളത്തിന് ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായി ഞാനത് ആഗ്രഹിക്കുന്നു. റോമാക്കാരൻ വൃദ്ധൻ ഉറക്കെ വിളിച്ചു പറയുന്നു. നിനക്ക് ദാഹിക്കുന്നു? എനിക്ക് ദാഹിക്കുന്നു, വളരെയധികം. ഞാൻ പട്ടണം തുടങ്ങി നിന്നെ അനുഗമിക്കുന്നു. തിബേരിയാസിൽ കുളിർമയുള്ള ജലധാരകൾ കുറവൊന്നുമില്ല. ഗുരുവേ, എന്നെ തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിച്ചതായി നടിക്കുകയോ ചെയ്യരുത്. നീ പ്രസംഗിക്കുന്നത് കേൾക്കുവാനാണ് നിന്നെ അനുഗമിച്ചത്. എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും എനിക്കറിഞ്ഞുകൂടാ. അവളെ കണ്ടപ്പോൾ അത് സംഭവിച്ചു. മഗ്ദലനയെ ചൂണ്ടിക്കാണിക്കുന്നു. എന്തോ എന്നോട് പറഞ്ഞു. നീ ഇതുവരെ അറിയാത്തത് അവൻ നിന്നോട് പറഞ്ഞു തരുമെന്ന്. അങ്ങനെ ഞാനിവിടെ വന്നു. ആ മനുഷ്യന് കുറേ വെള്ളവും അത്തിപ്പഴങ്ങളും കൊടുക്കുക. അയാളുടെ ശരീരം ഒന്ന് കുളിർക്കട്ടെ. എൻ്റെ മനസ്സിൻ്റെ കാര്യം അപ്പോൾ എങ്ങനെ? സത്യം കൊണ്ട് മനസ്സ് കുളിർക്കപ്പെടും. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അനുഗമിച്ചത്. മാനുഷികമായ അറിവിൽ ഞാൻ സത്യം അന്വേഷിച്ചു. എന്നാൽ ദുഷിച്ചവയാണ് ഞാൻ അവിടെ കണ്ടത്. ഏറ്റവും നല്ല തത്വജ്ഞാനത്തിൽ പോലും നന്മയല്ലാത്ത ചിലതെല്ലാം ഉണ്ട്. ഞാൻ നിരാശനായി. എല്ലാറ്റിനോടും എനിക്ക് വെറുപ്പായി. ഞാൻ വെറുപ്പിക്കുന്ന ഒരു മനുഷ്യനായി തീർന്നു. ജീവിക്കുന്ന ഈ മണിക്കൂറല്ലാതെ എനിക്ക് പ്രതീക്ഷയ്ക്ക് യാതൊന്നുമില്ല.
അപ്പസ്തോലന്മാർ കൊണ്ടുവന്നു കൊടുത്ത അപ്പവും അത്തിപ്പഴവും ഭക്ഷിക്കുന്നതിനിടയിൽ ഈശോ അയാളെ സൂക്ഷിച്ചു നോക്കുന്നു. ഭക്ഷണം വേഗം കഴിഞ്ഞു. ഈശോ ഇരുന്നു കൊണ്ട് തൻ്റെ അപ്പസ്തോലന്മാർക്ക് ഒരു ചെറിയ പാഠം കൊടുക്കുന്നത് പോലെ സംസാരിക്കാൻ തുടങ്ങുന്നു. ആ കൃഷിക്കാരനും അടുത്തുണ്ട്.